ഡൽഹിയിൽ ബി.ജെ.പി. സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭാ യോഗം ചേർന്നു. ആദ്യ നിയമസഭാ സമ്മേളനത്തിൽ തന്നെ CAG റിപ്പോർട്ട് മേശപ്പുറത്ത് വയ്ക്കും. ആയുഷ്മാൻ ഭാരത് പദ്ധതി ഡൽഹിയിൽ നടപ്പിലാക്കാനും തീരുമാനം. യമുന ആരതി നടത്തിയതിനു ശേഷമാണ് മുഖ്യമന്ത്രി രേഖ ഗുപ്തയും മന്ത്രിമാരും മന്ത്രിസഭാ യോഗത്തിന് എത്തിയത്. കൂടുതൽ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? വിഷ്ണു, ഇന്ന് രാവിലെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്ക് ശേഷം വൈകിട്ട് യമുന ആരതിയിൽ പങ്കെടുത്തതിന് പിറകെയാണ് ആദ്യ മന്ത്രിസഭാ യോഗം ഡൽഹിയിൽ ചേർന്നത്. മുഖ്യമന്ത്രി രേഖ ഗുപ്തയുടെ അധ്യക്ഷതയിൽ ചേർന്നിട്ടുള്ള മന്ത്രിസഭാ യോഗത്തിൽ നിർണായകമായ 2 തീരുമാനങ്ങൾ. അതിൽ ഒന്ന്, ഇതുവരെ രാജ്യ തലസ്ഥാനത്ത് ജനങ്ങൾക്ക് ലഭിക്കാതിരുന്ന കേന്ദ്ര സർക്കാരിന്റെയും ജനക്ഷേമ പദ്ധതി ആയുഷ്മാൻ ഭാരത് ഡൽഹിയിൽ നടപ്പാക്കാനുള്ള തീരുമാനം ആദ്യ മന്ത്രിസഭാ യോഗം കൈക്കൊണ്ടു. ഒപ്പം ആദ്യ നിയമസഭാ യോഗത്തിൽ തന്നെ CAG റിപ്പോർട്ട് മേശപ്പുറത്ത് വെക്കാനുള്ള തീരുമാനവും മന്ത്രിസഭാ യോഗം കൈക്കൊണ്ടിട്ടുണ്ട്. CAG റിപ്പോർട്ടിൽ മദ്യനയ അഴിമതി സംബന്ധിച്ച്, ഒപ്പം മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിൽ ആഡംബര പ്രവർത്തനങ്ങൾ നടത്തിയത് സംബന്ധിച്ചുള്ള വിശദമായ റിപ്പോർട്ടുകൾ CAG റിപ്പോർട്ടിലുണ്ട്. ഇത് സംബന്ധിച്ച റിപ്പോർട്ട് നിയമസഭയിൽ മേശപ്പുറത്ത് വെക്കും എന്നുള്ളതും ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട്. അത്തരത്തിൽ 2 നിർണായകമായ തീരുമാനങ്ങളാണ് ഇപ്പോൾ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ കൈക്കൊണ്ടിട്ടുള്ളത്. ഒപ്പം ക്യാബിനറ്റിൽ വകുപ്പുകൾ സംബന്ധിച്ചുള്ള തീരുമാനങ്ങളും ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. മുഖ്യമന്ത്രി രേഖ ഗുപ്ത ധനകാര്യം, ഒപ്പം മറ്റുള്ള വിജിലൻസ് തുടങ്ങിയിട്ടുള്ള വകുപ്പുകൾ കൈകാര്യം ചെയ്യും. ഒപ്പം സർവേസ് സിംഗ് ആണ് PWD വകുപ്പും നിയമസഭാ കാര്യവും കൈകാര്യം ചെയ്യുക. ആഷിഷ് സൂദ് ആഭ്യന്തരവും, ഒപ്പം ഊർജം, വിദ്യാഭ്യാസം, ഉന്നത വിദ്യാഭ്യാസം തുടങ്ങിയിട്ടുള്ള വകുപ്പുകൾ കൈകാര്യം ചെയ്യും. സർദാർ മജീന്ദർ സിംഗ് ആണ് ഭക്ഷ്യവകുപ്പ്, ഭക്ഷ്യ വിതരണം, ഒപ്പം വനം വകുപ്പ്, പരിസ്ഥിതി തുടങ്ങിയിട്ടുള്ള വകുപ്പുകൾ സർദാർ മജീന്ദർ സിംഗ് കൈകാര്യം ചെയ്യും. രവീന്ദ്ര സിംഗ് ആണ് സോഷ്യൽ വെൽഫെയർ, കൂടാതെ പിന്നാക്ക വിഭാഗ വകുപ്പും കൈകാര്യം ചെയ്യുക. കപിൽ മിശ്ര നിയമ വകുപ്പ് കൈകാര്യം ചെയ്യും. പങ്കജ് കുമാർ സിംഗിനാണ് ആരോഗ്യ വകുപ്പ്. അത്തരത്തിലാണ് ക്യാബിനറ്റിൽ വകുപ്പ് വിഭജനം സംബന്ധിച്ചുള്ള തീരുമാനം ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ഏതായാലും കഴിഞ്ഞ പ്രചാരണ വേളയിൽ നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങൾ ആദ്യ മന്ത്രിസഭാ യോഗം മുതൽ തന്നെ നടപ്പാക്കി തുടങ്ങുകയാണ് ഡൽഹിയിൽ BJP സർക്കാർ ചെയ്യുന്നത്. ഇന്ന് രാവിലെയായിരുന്നു സത്യപ്രതിജ്ഞാ ചടങ്ങ്. വൈകിട്ട് യമുന ആരതിക്ക് ശേഷമാണ് ആദ്യ മന്ത്രിസഭാ യോഗം ചേർന്നത്. വിഷ്ണു. ശരി, ജിഷ്ണു കൃഷ്ണനാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്.